ടേക്ക് ഓഫ് എന്നുള്ള സിനിമ കേവലം ഒരു സിനിമ മാത്രമല്ല, ഒരുപാട് സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന ഒരു ചലച്ചിത്രമാണ്. ഒരുപക്ഷെ നമ്മൾ മറക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന നഴ്സുമാരുടെ ജീവിത കഥകൾ കൂടിയാണ്. ടേക്ക് ഓഫിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപക്ഷെ ഈ കാലഘട്ടം ടെക്നീഷ്യൻസിന്റെ കാലഘട്ടം കൂടിയാണ് അല്ലേ ചാക്കോച്ചൻ? മുൻ കാലഘട്ടങ്ങളൊന്നും ടെക്നീഷ്യൻസ് അത് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇപ്പം ഒരുപക്ഷെ ആവറേജ് സിനിമ വ്യൂവർ പോലും അതിന്റെ പിന്നിലുള്ള ഒരു ടെക്നിക്കൽ ടീമിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആൾക്കാരുണ്ട് ടേക്ക് ഓഫിന്റെ ഈ പറഞ്ഞ പോലെ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരുപാട് അപ്രീസിയേഷൻ അറിയിക്കുന്ന ഒരു സംഭവമാണ്. ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു സെനാരിയോ റീക്രിയേറ്റ് ചെയ്യുക, ഇത്രയും മിനിമം ബഡ്ജറ്റ്, വലിയ ബഡ്ജറ്റ് എന്ന് പറയാൻ വേണ്ടി ചാക്കോച്ചൻ വന്നാണല്ലോ. ഇത്രയും ഈ ഒരു ബഡ്ജറ്റിലേക്ക് എത്ര പൈസ മുടക്കുന്ന ഇതുവരെ ആൻഡോ പറയാൻ തയ്യാറായിട്ടില്ല. പുള്ളിയാണ് പറഞ്ഞത്, ഞാൻ ചോദിച്ചിട്ടില്ല, നമ്മൾ ചോദിക്കാനും പോയില്ല. പക്ഷേ ലിമിറ്റഡ് ആണെന്നുള്ളത് സുഹൃത്തായോണ്ട് അവരെ ഒന്ന് പിടിച്ചാൽ പക്ഷേ ഒരു വലിയൊരു എലമെന്റ് ഓഫ് റിസ്ക് ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. സോ അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി വരിക എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആ ഒരു പ്രൊഡക്ഷൻ വാല്യൂ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ സെറ്റപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും യാതൊരു ഹിക്കപ്സും ഇല്ലാതെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ആൻഡോയും അതനുസരിച്ച് ഷെബിൻ ബക്കറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഈ സ്കെർമിഷസ്, ക്ലാഷസ്, ഇങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ ഒരു വേണമെങ്കിൽ കുറച്ചും കൂടി നമ്മളെക്കാളും നന്നായിട്ട് നേരിട്ട് അറിയാവുന്ന ഒരു സിനിമ സംവിധായകൻ നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് എന്താ മൂപ്പർക്ക് പറയാനുള്ളത്. ടേക്ക് ഓഫ് സിനിമയായിട്ട് പുറത്തിറങ്ങിയ ഒരു ടേക്ക് ഓഫിൻ്റെ ഒരു ഫീല് ഇതിൽ ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ളൊരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്, എന്തെന്നാലും മഹേഷ് ആ ഒരു വാർ സിനാരിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. ബട്ട് വാട്ട് എവർ ഹി ഹസ് ഡൺ, ഇറ്റ്സ് എ ഫാൻറ്റാസ്റ്റിക് വേ ഓഫ് ആ ഒരു ഇറാഖിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഫീൽ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ വൺ. ആൻഡ് പാർവതി, സല്യൂട്ട് യു, വണ്ടർഫുൾ ജോബ്. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് പാർവതിയുടെ അടുത്തും ചാക്കോച്ചൻ്റെ അടുത്താണ് ബേസിക്കലി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പാർവതി, what you did is you are selecting the roles perfectly. അതുകൊണ്ട് പാർവതിയോട് എനിക്കൊന്നും ചോദിക്കാനില്ല. ബിക്കോസ് യു ഡിഡ് എ വൈസ് ഡിസിഷൻ ഓഫ് ഡൂയിങ് ദിസ് ഫിലിം. ബിക്കോസ് ഒരു ഫെദർ കൂടെ, ദർ ഇസ് അനദർ ഫെദർ ഇൻ യുവർ ക്യാപ് നൗ. എനിക്ക് ചാക്കോച്ചനോടാണ് ചോദിക്കാനുള്ളത്, എന്ത് ഗട്ട്സിലാണ് ഈ സിനിമയിൽ ഇത്രയും ചെറിയൊരു റോളാണെങ്കിലും ശരി അതിനകത്ത് യു എഗ്രീഡ്? പാർവതിനെ മൂപ്പർ ഒരു ഫെദറൊക്കെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫെദർ വെക്കാൻ വേണ്ടിയുള്ള ഒരു മുടി സ്റ്റൈലാണ് കിട്ടിയേക്കുന്നത്. കറക്റ്റ് കേട്ടോ. ആദ്യത്തെ കാര്യം രാജേഷ് പിള്ള എന്ന പേര് തന്നെയാണ്. ഓക്കെ. പക്ഷെ അതിനപ്പുറം ആ പേരിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ജസ്റ്റിഫിക്കേഷനുണ്ട്. അത് മഹേഷ് എല്ലാ അർത്ഥത്തിലും ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നതാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് അത് കൺഫേം ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം. ഇപ്പം മഹേഷ് ആദ്യം വന്നൊരു ചെറിയൊരു കഥ നമുക്ക് ചെയ്യാം, ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് വലിയ ഒരു വലുതാക്കി ഓക്കെ അതൊക്കെ പോയി. പക്ഷെ അത് നല്ലതല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു. ഓക്കെ. കാരണം ഐ വോണ്ടഡ് ടു ഡു ജസ്റ്റിസ് ടു രാജേഷ്. പക്ഷേ രാജേഷിന് എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയായിട്ടുള്ള ഒരാളാണ് മഹേഷ്. സോ അതിനെപ്പറ്റി എനിക്കൊരു ഡൗട്ട്സും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ക്യാരക്ടർ അത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ ഐ എം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ മൈ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. എൻ്റെ ക്യാരക്ടർ എന്നെക്കാളും നന്നായിട്ട് അവരറിയണമെന്ന് വാശി പിടിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ പൊതുവെ ഒരു മടിയനായതുകൊണ്ടാവാം ഞാൻ ഐ ഡോണ്ട് ഡു. ഒന്ന് ചാക്കോച്ചനൊന്ന് പതുങ്ങി നിൽക്കുമല്ലേ ചെറുങ്ങനെ അല്ലേ പാർവതി? കിസ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, അതിൽ മാത്രമേ പോരായ്മയുള്ളൂ. യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. പക്ഷേ work on the kiss. Work on the kiss. Okay. Work on the guts to kiss. Okay. പക്ഷേ അതല്ല. എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. പ്രിയ, ഞാൻ എന്നെ കിസ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അല്ല, പ്രിയോട് ചോദിച്ചു നോക്ക് ഇക്കാര്യത്തിൽ എത്ര വൈദ്യുതി ഉണ്ടെന്നുള്ളതാണ്. സത്യമാണ് ചാക്കോച്ച പറഞ്ഞേ. ഒരു തമാശ പറയുമ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കും. അല്ല, എനിക്കിത് അറിയണം, എല്ലാവർക്കും അറിയണം. തമാശീകരിച്ചു ഇപ്പോ. മാത്രമല്ല സത്യമില്ലാതില്ല. അവിടെ അപ്പോ എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്, ഷഹീദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പൊ നോക്കിയാൽ ഈ സിനിമയില് കഥാപാത്രങ്ങളൊക്കെ they are not made to be a hero and heroine. Correct.
they are talking about a bunch of people. ഇവിടെ സമീറയാണ് അതിലൊരു ലീഡർഷിപ്പ് ഇതിലേക്ക് വരുന്നതും അതിൽ സെക്കൻഡ് ഹാഫിൽ കോൺവേഴ്സ് ചെയ്യുന്നതും. പക്ഷെ അതിൻ്റെ കാരണവും അത് പാർവതി എന്ന് പറഞ്ഞ നടിയോ അല്ലെങ്കിൽ സമീറ എന്ന് പറഞ്ഞ ക്യാരക്ടറോ ആയതുകൊണ്ടല്ല. ഇറ്റ്സ് ബിക്കോസ് അതിൽ നമ്മുടെ അംബാസിഡർ പറയുന്നുണ്ട് അതിൽ, അതായത് മുസ്ലിം ആയിട്ടുള്ളൊരു സ്ത്രീ, അവർക്കൊരു മോട്ടീവുണ്ട്, അവരുടെ ഒരു സംഭവം ഒരു കാര്യത്തിലേക്ക് എത്താനുള്ളതിൻ്റെ മോട്ടീവുണ്ട്. അപ്പം നമുക്ക് അവരെ ഉപയോഗിച്ചാലേ നമുക്ക് ഈ ഒരു മിഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴും അവിടെ കഥാപാത്രത്തിനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ വി ആർ നോട്ട് ട്രൈങ് ടു ഷോക്കേസ് എനി ആക്ട്രസ് ഓർ ആക്ടർ ദേ. അല്ല, ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു ആക്ടർ എന്നുള്ള സാധനം ഒരിക്കലും എഴുന്നേൽക്കുന്നില്ല. ഒരു മുള്ള എവിടെയില്ല, മാത്രമേ ഉള്ളൂ. ചാക്കോച്ചനില്ല, പാർവതി ഇല്ല, ഫഹദില്ല. പല സിനിമകൾ നമ്മൾ കാണുമ്പോൾ കഥാപാത്രത്തിന്റെ മുകളിൽ ചിലപ്പോൾ ആക്ടർ ഒന്ന് കെറുങ്ങനെ ഒന്ന് ഇവിടെ ഒരു പ്രൊജക്ഷൻ കണ്ടു. അത് സ്ക്രിപ്റ്റിലുള്ളത് കൊണ്ടാണ്. ബിക്കോസ് സ്ക്രിപ്റ്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സീനിലെ ഷഹീദ് പറയുന്നുണ്ട് ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്, അത് മാറ്റാൻ പറയരുതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ചില സ്നേഹങ്ങളുള്ളത്? ഷഹീദ് എന്ന് പറഞ്ഞ കഥാപാത്രം എന്താണെന്നുള്ള ഷഹീദിന്റെ വീട്ടിൽ എങ്ങനെയാണ് ഷഹീദ് എന്നുള്ളതിൽ കാണിക്കുന്നുണ്ട്. അതൊന്നും സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല മഹേഷ്, കാണിക്കുന്നേ ഉള്ളൂ. വീട്ടിൽ ജോലി ചെയ്യുന്നു, അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, സ്വന്തം കാര്യങ്ങൾ ഒത്തിരി നോക്കിയിട്ടില്ല. പക്ഷെ ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു തീരുമാനിച്ച ഒരു ക്യാരക്ടറാണ് ഷഹീദ്. കുറെ വളരെ പെർസിസ്റ്റന്റ് ആയിട്ട് സമീറയ്ക്കൊപ്പം നടന്നു. ബട്ട് പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് പിന്നെ ചാക്കോച്ചൻ ആ സിനിമയിലേക്ക് പറിച്ച് I am not going to comment on that. No, I am commenting actually. That's good. Priya, Neta's number ഞാൻ തരുന്നതായിരിക്കും. I'm not denying it. It's not me. ഇതാണ് ജീവിതത്തിലെ ജീവിത അനുഭവങ്ങളൊക്കെ സിനിമയിൽ ഒരു പാഠമാകുന്നു, അനുഭവമാകുന്നു. അത് ആക്ച്വലി ചാക്കോച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ എങ്ങനെയാണ് കയറുന്നതെന്ന് ചോദിച്ചാൽ ഞാനും മഹേഷും നേഴ്സസിന്റെ ഇന്റർവ്യൂസും അല്ലെങ്കിൽ അവരെ പോയി കണ്ടിട്ടും നൈറ്റ് ഷിഫ്റ്റ് പോയൊക്കെ ചെയ്തു. പക്ഷെ ചാക്കോച്ചന് ലൈഫിൽ നിന്നാണ് ചാക്കോച്ചൻ എടുക്കുന്നത്. ഹൗ ഫാമിലിയിലുള്ള യു ഷുഡ് ടോക്ക് അബൌട്ട് ദാറ്റ്. എൻ്റെ അപ്പൻ ഒരു 4 വർഷത്തോളം ബെഡ് റിഡൺ ആയിരുന്നു. ഒരു സ്ട്രോക്ക് വന്ന് റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പം എൻ്റെ അമ്മ എൻ്റെ അപ്പനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ് വളരെ അടുത്ത്. ഒരു പ്രൊഫഷണൽ നേഴ്സ് എങ്ങനെയാണോ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരാളെ നോക്കുന്നത്, അതേ രീതിയിൽ തന്നെ എൻ്റെ അമ്മ എൻ്റെ അപ്പനെ നോക്കുമായിരുന്നു, വിത്ത് കെയർ ആൻഡ് ലവ്, അഫെക്ഷൻ, എവറിത്തിങ്. അപ്പോൾ അത് കണ്ട് വളർന്നിട്ടുള്ളൊരു ചെറുപ്പം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടെക്നിക്കൽ സൈഡിൽ അല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. കുറച്ച് ഈ പറഞ്ഞ പോലെ മരുന്നുകളും അല്ലെങ്കിൽ ഡിസെക്ഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ആൻഡ് ഐ വാസ് ഗുഡ് അറ്റ് ഇറ്റ്. ഐ ലവ് ബയോളജി. ഞങ്ങൾ നോട്ട് ചെയ്തു. മറ്റേ ജഗദീഷ് പറഞ്ഞ എംകോം ഫസ്റ്റ് ക്ലാസ്. ബയോളജിയിൽ എനിക്ക് 90%, ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ വളരെ പരിതാപകരമായിരുന്നു. അതാണ് സത്യം. സോ അത് അറിഞ്ഞോ അറിയാതോ അത് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. എനിക്ക് പാസ് മാർക്ക് മാത്രമായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോയി പറയേണ്ട കാര്യമില്ല പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പാർവതി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടേഴ്സ് ചെയ്യുന്ന പോലെ ഒരു പക്ക ഹോംവർക്ക് ചെയ്യാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ഗെറ്റ് ഇറ്റ് ഫ്രം മൈ ലൈഫ്. പിന്നെ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ഓൺ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. അത്രയോടെ എന്നെ വിട്ടേക്ക്. മഹേഷ്, ഇപ്പം നേരത്തെ ചാക്കോച്ചൻ ഒരുപക്ഷെ ഈ സിനിമയെ കമ്മിറ്റ് ചെയ്യാനുള്ള 2 പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒരു ഘടകം രാജേഷ് പിള്ളയോടുള്ള പിന്നെ ചാക്കോച്ചൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. ഒരുപക്ഷെ നിങ്ങളെല്ലാം ഈ സിനിമ പ്രോജക്റ്റിൽ ഇറക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്തു അല്ലെങ്കിൽ ഒരു വൈകാരികമായ ഒരു പ്രതലം എന്ന് പറയുന്നത് രാജേഷ് പിള്ളയായിരിക്കും. വേണമെങ്കിൽ നമുക്ക് രാജേഷ് പിള്ളയുടെ അതിനോടുള്ള ഒരു കടപ്പാട് വരട്ടവരാണ്. രാജേഷേട്ടൻ പോയതിനു ശേഷം എനിക്ക് 2 ഓപ്ഷനാണ് എനിക്കുണ്ടായിരുന്നത്. ഒന്ന്, രാജേഷേട്ടൻ്റെ വിധവ എന്നുള്ള രീതിയിൽ മുന്നോട്ട് അങ്ങനെ വിഷമിച്ച് അങ്ങനെ ജീവിച്ചു പോവുക. 2, രാജേഷേട്ടൻ്റെ സ്വപ്നങ്ങളും ജീവിതവും എല്ലാം മൂവി തന്നെയായിരുന്നു. 2, ആ ഒരു ബാനറും വേട്ടയുടെ സമയത്ത് രാജ്പിള്ള ഫിലിംസ് എന്ന ബാനറും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ 2 ഓപ്ഷനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതിൽ 2ാമത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് വേറൊന്നും കൊണ്ടല്ല, രാജേഷ് എന്ന വ്യക്തിയുടെ ജീവിതവും മരണം വരെയുള്ള എല്ലാം ആ ഒരു മൂവി മാത്രമായിരുന്നു. മഹേഷ് ചേട്ടനാണെങ്കിലും പാർവതി ആണെങ്കിലും ചാക്കോച്ചേട്ടനാണെങ്കിലും രാജേഷേട്ടൻ എന്തായിരുന്നു, രാജേഷേട്ടൻ്റെ ഫീലിങ്സ് എന്താണ്, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് 3 പേർക്കും അറിയാം രാജേഷേട്ടൻ എന്താണ് ചിന്തിക്കുക എന്നുള്ളത്. അവർക്ക് 3 പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് പ്രത്യേക ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാവുന്നതാണ്.
എന്നാലും ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇന്ന് രാജേഷേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ടേക്ക് ഓഫ് എന്ന മൂവി കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ 3 പേരെയും രാജേഷേട്ടൻ വിളിച്ച് പറയണത് എന്തായിരിക്കുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് അത്രയേ ഉള്ളൂ ചോദിക്കാൻ. ഒരുപക്ഷെ എന്തായിരിക്കും രാജേഷ് ഈ സിനിമ കണ്ടിട്ട് ചാക്കോച്ചനോട് പറയുക? നല്ലൊരു ക്വസ്റ്റ്യനാണ്, ബിക്കോസ് ഐ റിയലി വാണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. രാജേഷും ഞാനും ഒരുപാട് അടികൂടുക എന്നുള്ളതല്ല, വളരെ സ്നേഹം കാരണം തന്നെ ഒരുപാട് കാര്യങ്ങളിൽ വഴക്കുള്ളൂ. അതെ, കൂടുതലും വഴക്കുള്ളത് DVDs ആരുടെയാണെന്നുള്ളതിനായിരുന്നു. ഞാൻ DVD എടുത്തോണ്ട് പോകും, എന്നിട്ട് അവസാനം എന്റെ DVD എടുത്തോണ്ട് പോയി, അത് എന്റെയാണ്. അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുപ്പത്തിലുള്ളതാ. യെസ്, ഐ എം സോറി. പക്ഷെ മഹേഷിനെ അറിയാവുന്ന വേട്ടയുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളെല്ലാവരും കൂടെ മാറി മാറി പോയി നിന്നിട്ട് ശകാരിക്കുമായിരുന്നു രാജേഷിനെ. അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ 9 മണിക്ക് ഡ്രിപ്പ് മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ വീഴാണെന്നുള്ള രീതിയിൽ വന്ന് ഷൂട്ടിന് വന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രിപ്പ് അറ്റാച്ച് ചെയ്യുന്ന, അതായത് ഹി ഡിഡ്ന്റ് നോ എനിത്തിങ്. ഹി കെപ്റ്റ് സേയിങ് ഫിലിം വിൽ ഹീൽ മീ എന്നുള്ള രീതിയിലായിരുന്നു മൂപ്പർക്ക്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ജെലസ് ഓഫ് ചാക്കോച്ചൻ. ഹിസ് വർക്ക്ഡ് ഇൻ 3 movies വിത്ത് ഹിം. മഹേഷും അതായത് മിലിയിൽ ദേ വർക്ക്ഡ് ആസ് ഡയറക്ടർ റൈറ്റർ. എനിക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ ഒരിക്കലും രാജേഷിനെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല. അഭിനയിക്കുമായിരുന്നു. ഇൻഫാക്ട് വി വർ പ്ലാനിങ് മോട്ടോർ ഡയറീസ് വിത്ത് ചാക്കോച്ചൻ ഓൾസോ. പക്ഷേ ഐ നോ ഫോർ എ ഫാക്ട് ദറ്റ് പൂവെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ തമിഴ് സിനിമ കണ്ടിട്ട് എന്നെ രാജേഷ് വിളിച്ചിട്ട് ആ കഥാപാത്രത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന, ഐ റിയലി വിഷ് അങ്ങനത്തെ ഒരു കൊളാബറേഷൻ ഐ ഹാഡ് വിത്ത് ഹിം. സോ ഐ ഡോണ്ട് നോ, ഒരുപാട് ഐ നോ ഫോർ എ ഫാക്ട് അതിലുള്ള എല്ലാ തെറ്റുകളും കണ്ടുപിടിച്ചിട്ട് എന്നോട് പറയുമായിരുന്നു. പക്ഷെ അത് പ്യുവർലി ഔട്ട് ഓഫ് ലവ്. അതും കുറേ ബട്ടർ ബണ്ണും കോക്കും ഒക്കെ കുടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുക എന്നുള്ളതും. പക്ഷേ ഹീ വാസ് ജസ്റ്റ് സോ ഫുൾ ഓഫ് ലവ്. അതിൽ ഒരു രീതിയിലും ആ സ്നേഹം കാണിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സീരിയസ്നെസ് ഉണ്ടാവണം എന്ന ഒരു രീതിയിലും ഹി ഡിഡ്ന്റ് നോ ഹൗ ടു സ്റ്റോപ്പ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് രാജേഷ്. ആണെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ഐ മിസ്ഡ് ഔട്ട് ഓൺ എ ചാൻസ് ടു വർക്ക് വിത്ത് ഹിം. മേഘ, ഐ ഡോണ്ട് നോ ഹൗ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ബേസിക്കലി പാർവതി, നിങ്ങളുടെ ഈ അഭിനയമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ട്രിബ്യൂട്ട്. ഐ ഹോപ്പ് സോ. ചാക്കോച്ചൻ, യു ഷുഡ് ബി വെരി ഹാപ്പി ദാറ്റ് യു സീ യു ഗേവ് എ ഫിറ്റിംഗ്. തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് പാർവതി സിനിമയുടെ പേര് പറഞ്ഞപ്പോഴാണ് രാജേഷ് ആദ്യമായിട്ട് പാർവതിയുടെ പേര് പറയുന്നത് പൂ പാർവതി എന്നാണ്. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ സംഭവം പൂ പാർവതി. ഇപ്പോൾ പൂവ് എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ച പാർവതിയാണ് പൂ പാർവതി എന്ന് അന്ന് മുതലേ രാജേഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ MCD അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് MCDയിൽ എൻ്റെ മകളായിട്ട് അഭിനയിക്കേണ്ട വ്യക്തിയാണ് പാർവതി. അപ്പോൾ മഹേഷിനെ കുറച്ചും കൂടി പേരുള്ളതുകൊണ്ട് ഭാര്യയാക്കി മാറ്റി. ആദ്യഘട്ടത്തിലുണ്ടായ ക്ഷീണം മുഴുവൻ മാറ്റിയ അതാണ്. ജോക്സ് അപ്പാർട്ട്, എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞതല്ല, മഹേഷ് ചെയ്തിരിക്കുന്നത് രാജേഷ് എങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അത് യാതൊരു മാറ്റവും ഇല്ലാതെ സ്പോട്ട് ഓൺ ആയിട്ടാണ് മഹേഷ് ചെയ്തിരിക്കുന്നത്. മഹേഷ് ഇപ്പൊ രാജേഷ് വന്നാൽ എന്ത് പറയും? രാജേഷ് സന്തോഷവും ഉറപ്പായിട്ടും കാരണം കെട്ടിപ്പിടിച്ചൊരു കോക്കിന്റെ ഒരു ബോട്ടിൽ തരും. ഇല്ല കെട്ടിപ്പിടിച്ച് കോക്ക് തരില്ല. പുള്ളി എല്ലാ ദിവസവും നമ്മൾ ഫോണിലൂടെ സിനിമ മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. സിനിമ വേറെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ സിനിമയും ജീവിതവും സിനിമയും ഒരുമിച്ച് കിടക്കുന്നവരാണല്ലോ. അങ്ങനെ സിനിമ മാത്രം, ഓരോ സിനിമകളെ കുറിച്ചും മാത്രമേ ഉള്ളൂ. വേറെ ഞങ്ങളെല്ലാം ബന്ധിപ്പിച്ച സിനിമയാണ്. 10-15 കൊല്ലങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഇതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുന്നതിനൊരു 3 വർഷം മുമ്പ് തൊട്ട് ഞങ്ങൾ ആ പടമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതായത് അതിൻ്റെ ഓരോ ഡിസ്കഷനും ഓരോ സ്റ്റേജും ഓരോ ഘട്ടങ്ങളും അറിയാവുന്നവരാണ്. അത്രയും ഹാർഡ് വർക്ക് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിനും കൂടെ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. കാരണം പാർവതി, ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ആൾക്കാരിൽ ഒരുപക്ഷെ ഈ രാജേഷിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ പലർക്കും ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ട്. നിങ്ങളെ ഒരുപക്ഷെ ഈ രാജേഷിലേക്ക് അടുപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും ഒരു തരത്തിലുള്ള ഇൻഹിബിഷൻസും ഇല്ലാതെ ഈ പറഞ്ഞ കൺവേഴ്സ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യമായിരിക്കും അല്ലേ? മേഘയും ഞാൻ രാജേഷിനെ പരിചയപ്പെടുന്നത് സഞ്ജയ് സർ വഴിയാണ്. സഞ്ജയ് സർ പാർവതി എന്ത് പറഞ്ഞെന്ന് നേടിക്കൊടുക്കും. എനിക്കിതൊരു ഒരു തരം ഫെയറി ടെയിൽ എന്ന് പറയാവുന്ന ഒരു യാത്രയാണ്. അദ്ദേഹം പോകുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ അതിനുശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞ് ഒരു സിനിമ വരുന്നു. അത് വളരെ വലിയൊരു വിജയമാകുന്നു. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം സമ്പാദിച്ച ഒരു സുഹൃത്ത് വലയമാണ്. ഇവരില്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ നടക്കില്ല. ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ ഇത്ര എളുപ്പം ഉണ്ടാവില്ല. പല വേദികളിലും പല സദസ്സുകളിലും പല ആൾക്കാരുമായും രാജേഷിന് വേണ്ടി, രാജേഷിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
പല ഘട്ടങ്ങളിലും. അങ്ങനെ രാജേഷിന് വേണ്ടി രാജേഷിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നിങ്ങളോട് ഞാൻ പറയുകയാണ്, താങ്ക് യു. ഇത് ടേക്ക് ഓഫ് മാത്രമല്ല, രാജേഷ് പിള്ളയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് നമ്മുടെ JB ജംഗ്ഷനിലെ ഈ ഒരു പക്ഷേ ഈ ചർച്ചകൾ. മഹേഷ്, നമ്മൾ ഈ സിനിമയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ മലയാളിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു വിഭാഗം, എന്നാൽ മലയാളി ഒരിക്കലും അംഗീകരിക്കാത്തൊരു വിഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത് മഹേഷ് മനസ്സിലാവും. മലയാളി എപ്പോഴും മലയാളിയുടെ ജീവിതത്തെ എപ്പോഴും സ്പർശിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയാവുന്ന ഒരു സെക്ടറാണ് നിങ്ങൾ കയറുന്നത്. നിങ്ങളുടെ സിനിമയിൽ തന്നെ ഒരു ഡയലോഗുണ്ട്, പാർവതി പറഞ്ഞ ഡയലോഗുണ്ട്, വിളിക്കുമ്പം മാലാകാന്ന വിളിക്കുകയാണ്, പക്ഷെങ്കിൽ പിശാചിന് കൊടുക്കുന്ന സ്ഥാനം പോലും അത് എൻ്റെ ഡയലോഗാണ്. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാന്നുള്ള കാര്യം മനസ്സിലായിരുന്നു. പൈശാചികമാവുമ്പോൾ പറയാൻ വേണ്ടി ഞാനൊന്ന് ഏക്കാനൊന്നല്ലോ, അറിയില്ല. അതെ, എന്ന് പറഞ്ഞാല് ആ ഒരു സെക്ടറിനെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമയില്ല. ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഓർമ്മ, എനിക്ക് ചാക്കോച്ചനും എന്നെക്കാളും പ്രായമുള്ള ആളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അതിന് ബെറ്റർ കൊമേഡി അല്ല. അങ്ങനെ ഒരു മേഖലയ്ക്കുള്ളൊരു ട്രിബ്യൂട്ട് എനിക്ക് ആ സിനിമയിൽ എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഞാൻ മഹേഷെ, ഈ ഷോയുടെ ഒരു പ്രത്യേകത നിങ്ങൾ മാത്രമല്ല സ്റ്റാർസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചില ആൾക്കാരെന്നോട് പറഞ്ഞു. ഇൻവെർട്ടർ കോമ അത്, പക്ഷെ യഥാർത്ഥ സ്റ്റാർസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിലൊരു സ്റ്റാർ ഇരിപ്പുണ്ട്. ആ സ്റ്റാറാണ് ഒരു പക്ഷേ ഈ സിനിമയെ അവസാനം ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു നങ്കൂരം എന്ന് പറയാവുന്ന ഒരു സംഭവം. എൻ്റെ പേര് മെറീന. 2014 ഇറാഖിലുണ്ടായ പ്രോബ്ലത്തിൽ ISIS പിടിച്ചുകൊണ്ടുപോയ 46 പേരിൽ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ ആ സമയത്തെ പ്രശ്നങ്ങൾ ഇതിൽ ഒറിജിനാലിറ്റി ശരിക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു നഴ്സിൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അവരുടെ ഡ്യൂട്ടിയിലെ കഷ്ടപ്പാടുകൾ, സ്റ്റാഫ് ഷോർട്ടേജ്, പിന്നെ എന്താ പറയുക റിലേറ്റീവ്സിൻ്റെ കംപ്ലയിൻസ്, അതെല്ലാം ഈ തിരക്കിനിടയ്ക്ക് അവർ സന്തോഷത്തോടെ മാനേജ് ചെയ്യുന്ന അതെല്ലാം പാർവതി മാം നല്ല ഒറിജിനലായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രൊഫഷനുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത ഒരാൾ അതിനെ ശരിക്കും മനസ്സിൽ അത് ഉൾക്കൊള്ളിച്ച് അത് അവതരിപ്പിക്കുന്നത്, അത് വളരെ കൺഗ്രാറ്റ്സ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് കൺഗ്രാറ്റ്സ്. എന്താ കാരണം വെച്ചാൽ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനിമ ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ കുടുങ്ങിക്കിടന്ന 40ഓളം പേരുടെ ജീവിത കഥയിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു പ്രയാണമാണ്. പിന്നെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങളെ കൊണ്ടുപോകുന്ന ആ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം മിലിറ്ററിക്കാർ സെക്യൂരിറ്റി തന്ന് കൊണ്ടുപോകണേ. പിന്നെ വെൽക്കം ടു തിക്രിത്ത് എന്ന് കണ്ടപ്പം ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു. മഹേഷ് സാർ, കൺഗ്രാറ്റ്സ്. അത് ഇപ്പം എല്ലാവർക്കും ഞങ്ങളെ അനുഭവിച്ച കാര്യങ്ങൾ പേപ്പറിൽ ന്യൂസിൽ വായിച്ചും TV കണ്ടും ഒക്കെയുള്ള വിവരങ്ങളെ ഉള്ളായിരുന്നു. പക്ഷെ ഇതിലൂടെ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ക്ലാരിറ്റി മനസ്സിലാകും. ഞങ്ങൾ എന്താണ് തരണം ചെയ്തത്, ആ ബോംബും അത് ഉള്ള സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ഷോക്ക്, അത് ആ സമയത്ത് എന്തായിരുന്നു ഞങ്ങളുടെ ഫീലിങ്സ്, അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ സാർ അതിനകത്തെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മഹേഷ്, ഇതിൻ്റെ എന്താ പറയണ്ടേ, ജീവിക്കുന്ന സ്മാരകമാണ്, ഒരു സ്മാരകശിലയാണ്. എനിക്കൊരു ചോദ്യം, നിങ്ങൾ സഹോദരിമാരെ അനുഭവിച്ചിട്ടുള്ള ആ പീഡനങ്ങളുടെ ഒരു പരിച്ഛേദം ഈ സിനിമയിലേക്ക് ഒരു പക്ഷേ പകർത്തിയിട്ടുണ്ടോ? ഉണ്ട്. ആ വേദനകളൊക്കെ, ആ വേദനകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ISIS എന്ന് പറഞ്ഞ ആൾക്കാരെ കാണുമ്പം തന്നെ നമ്മുടെ മുട്ടുകാല് വിറയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിലും പിന്നെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അവർ കണ്ണുകെട്ടി ഷൂട്ട് ചെയ്യുന്ന അവസ്ഥ, അങ്ങനെ അവരുടെ ഓരോ ക്രൂരകൃത്യങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മളും ഇപ്പം നമ്മുടെ അവസ്ഥ അതാവില്ലോ എന്നോർത്ത് ഞങ്ങൾ പേടിച്ചാണ് ഈ 1 മാസത്തോളം അവിടെ കഴിഞ്ഞു കൂടിയത്. അപ്പം ഞങ്ങൾ ആ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഞങ്ങളുടെ അപ്പോഴത്തെ ആ അനുഭവങ്ങളെല്ലാം ഇതിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ സിനിമയിലെ പല ഡയലോഗുകളും ഒരുപക്ഷെ നിങ്ങളുടെ നിരാലംബത, നിങ്ങളുടെ നിസ്സഹായാവസ്ഥയാണ്. അതായത് ഇത്രയും സംഘർഷ ഭൂമിയിലായിട്ട് പോലും, അതായത് വീട്ടിലെ അവസ്ഥ, വീട്ടുകാരുടെ സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണോ കടന്നു വന്നിട്ടുള്ളത്? ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് ലോണ് അങ്ങനെയുള്ള അവസ്ഥകളൊന്നും, കൂടെ ഉള്ളവർക്ക് പലർക്കും അങ്ങനെയുള്ള അവസ്ഥകളായിരുന്നു. അതുകൊണ്ട് തന്നെ പോരാൻ തന്നെ പലർക്കും താല്പര്യമില്ലായിരുന്നു.
ഇവിടെ കിടന്ന് മരിച്ചാലും തിരിച്ചു പോകുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകും. കാരണം അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഉണ്ടെങ്കിലല്ലേ പിന്നെ ആയാലും നമുക്ക് വീട്ടുകാരെ സഹായിക്കാൻ പറ്റും. സമീർ പറയുന്നത് പല ഭാഷയിൽ, വേറെ ഭാഷയിൽ. പിന്നെ നമ്മൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും വീട്ടുകാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അതിനുള്ള ആക്ഷൻ ഇപ്പോൾ എടുക്കണം. നമ്മളത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻഫോം ചെയ്താൽ മാത്രമേ അധികാരികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്? കണ്ണുനീര് വന്നോ? തീർച്ചയായിട്ടും കരഞ്ഞുപോയി. കൂടെയുള്ളവരൊക്കെ നോക്കി അപ്പുറത്ത് ഇപ്പുറത്ത് എന്താണ് ഇവരുടെയൊക്കെ അടുത്തായിരുന്നത്, അതുകൊണ്ട് അവരൊക്കെ കണ്ടു. ആ പക്ഷെ അവരും കരുതലുണ്ടാവും. വേണമെങ്കിൽ ഈ കണ്ണുനീരിന് പ്രത്യേകത അത് പകർച്ചവ്യാധിയാണ്. എനിക്ക് ഇവിടെ അഗൈൻ ഇങ്ങനെ ഇത്രയും ഒരു ഡീറ്റെയിലിംഗിൽ ഇത് ഇവർ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. പക്ഷേ അഗൈൻ ഓൾ തിങ്സ് ഗോ ടു ഷാജി ആൻഡ് മഹേഷ് ഇൻ ദ കൈൻഡ് ഓഫ് അവര് കാണിച്ചിരിക്കുന്നത്. അതെ, എന്നോട് പറയുന്നത് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പലവരും എന്നോട് ചോദിക്കുന്നു, ചില നഴ്സസ് അതിൽ പറയുന്നുണ്ട്, അതായത് ഇല്ല ശമ്പളം ഇല്ലാതെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയുന്ന അച്ഛനോട് ഞാൻ എന്താ പറയണ്ടേന്ന് പറയുന്നുണ്ട്. സോ ഐ വാസ് ഷോക്ക് ടു നോ ദാറ്റ് അങ്ങനെ ആയിരുന്നു അവിടെയുള്ള പല നഴ്സസിന്റെ അവസ്ഥ അതായിരുന്നു. മലയാള സിനിമയിലെ ഒരുപക്ഷെ ആൾക്കാരെ ആക്ഷേപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റങ്ങളിലൊന്ന് അവസരത്തിലും അനവസരത്തിലും അനാവശ്യമായ വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതെല്ലാ സിനിമകളുടെ പ്രത്യേകതയാണ്. അത് വേണ്ടാത്ത വാചകങ്ങൾ വേണമെങ്കിൽ അത് ചെറിയൊരു വിഭാഗത്തെ വേണേൽ ആകർഷിച്ചേക്കാം, ഒന്ന് ത്രസിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അന്ന് ഒന്ന് കയറ്റി കൊടുത്തേക്കാം എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു തരി പോലും അതിനകത്തില്ല എന്നുള്ളത് അല്ല ചാക്കോച്ചൻ. ക്ലീൻ മൂവിയാണ്. മാത്രമല്ല ഒരു സട്ടിലായിട്ടുള്ളൊരു മെസ്സേജസും അത് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മഹേഷിന് ക്രെഡിറ്റ് ഉണ്ട്, പക്ഷേ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരാളും കൂടെ ഉണ്ട്. അദ്ദേഹത്തിനെയും കൂടി നമ്മൾ ഈ ഷോയുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി 2013 ഞാൻ കഥയും തിരക്കഥയും എഴുതിയ കന്യക ടാക്കീസ് എന്ന സിനിമയുടെ എഡിറ്റർ എന്ന നിലയിലാണ് മഹേഷ് ഏട്ടനെ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ സ്നേഹ സൗഹൃദത്തിൽ നിന്നാണ് ടേക്ക് ഓഫ് എന്ന മഹത്തായ സിനിമയുടെ തിരക്കഥ എഴുത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പാർവതിയോടാണ് എൻ്റെ ചോദ്യം. ടേക്ക് ഓഫ് എന്ന സിനിമയുടെ തിരക്കഥ എഴുതുമ്പോൾ പാർവതി പലതവണ ഫ്ലാറ്റിൽ വരികയും പാർവതി അവതരിപ്പിച്ച സമീറ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. വളരെ സങ്കീർണമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമീറ എന്ന കഥാപാത്രത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഉൾക്കൊള്ളാൻ അന്ന് പാർവതിക്ക് കഴിഞ്ഞിരുന്നുവോ? ഇന്ന് ടേക്ക് ഓഫ് കണ്ടിറങ്ങുന്ന എല്ലാ പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, സമീറയായി പാർവതി ജീവിക്കുകയാണെന്ന്. വലിയ അംഗീകാരമാണ് പാർവതി. ഒരു ഞാനൊന്ന് ആഡ് ചെയ്യാം അത്. അതായത് പാർവതി പറയുന്നതിന് മുമ്പ് പാർവതിക്ക് ഒരു ശ്വാസം എടുക്കാൻ ഒരു സമയം. അതിനകത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമീറയായിട്ടല്ല പാർവതി ഈ കഥയെ കേട്ടത്. ഈ കഥയെ ഒരു സ്ത്രീ ആയിട്ടാണ് കേട്ടത്. ഞാൻ പറയുന്നത് ഇപ്പം അതിനകത്ത് സമീറ എന്നുള്ളൊരു പേരില്ല, സമീറ ഒരു നേഴ്സല്ല, സമീറയ്ക്ക് ഒരു മതമില്ല, ഒന്നുമില്ല. അതൊക്കെ വരുന്നത് പിന്നീടാണ് വരുന്നത്. അപ്പം അതും കൂടെ നമ്മൾ മാനിക്കണം. കാരണം ആ ട്രാവൽ അത്രയും ഉള്ളിലുണ്ടായിരുന്നു. മഹേഷ് അത് എന്നോട് ആദ്യം കഥ പറയുന്നത്, അതായത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമ ആവുന്നതിന് മുമ്പേ ഒരു സ്ത്രീൻ്റെ കഥയായിരുന്നു പറഞ്ഞത്. അത് ഇപ്പോഴും ഈ സിനിമയിൽ അത് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ ഷാജിന് ഉത്തരമായിട്ട് എനിക്കിത് ഇങ്ങനെയാണ് പറയേണ്ടത്. അത് കാര്യം ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതിൽ സമീറ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതാണ് സമീറയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീൻ്റെ ആകത്തുകതാണ്. എത്ര കാലമാണ് ഞാൻ ഇത്രയും ഒബ്ലിഗേഷൻസും ഈ പേടിയോടെയും ജീവിക്കേണ്ടത്? ജനിച്ചു കഴിഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അച്ഛനോടും പിന്നെ ഫൈസലിനോടും മുൻ ഭർത്താവിനോടും പിന്നെ ഇപ്പോൾ എൻ്റെ മൗനോടും ഞാൻ പേടിച്ചാണോ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ജീവിക്കാൻ എപ്പോഴാണ് പറ്റുക എന്നുള്ളതാണ്. യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് ലിവിങ് ആസ് എ ഡോട്ടർ, ആസ് എ വൈഫ്, ആസ് എ മദർ. പിന്നെ പല 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 റോൾസ് ഉണ്ട് സ്ത്രീകൾക്ക്. അതൊന്നും തെറ്റാണെന്നല്ല, അതൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ അതിലുപരി ഒരു വ്യക്തി എന്ന നിലയിലും ഒരു 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 സ്റ്റേറ്റസ് ഉണ്ട് എന്നുള്ളത് അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ആളും കൂടെയാണ് സമീറ. സോ അതായിരുന്നു ആദ്യത്തെ കഥ, അതായിരുന്നു എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ത്രീൻ്റെ ജേണി, ഈ പേടികളിൽ നിന്നുള്ള അവരുടെ ഒരു ലിബറേഷൻ, ആ ഒരു ഒരു മുക്തിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് മഹേഷും ഞാനും ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ അന്ന് എൻ്റെ യെസ് പോയത് അതിനോടായിരുന്നു. കാര്യം ഞാനും റിലേറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിലും. ഇപ്പം സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സമീറയ്ക്ക് ഷഹീദിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, സമീറ ഇതിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. പക്ഷേ ആസ് എ നേഴ്സ്, ആസ് എ വുമൺ, സമീറയുടെ പ്രശ്നങ്ങൾ അപ്പോഴും സിനിമ കഴിഞ്ഞാലും നിലനിൽക്കുകയാണ്, ആസ് ഇസ് വിത്ത് ഓൾ ഓഫ് ദീസ് പീപ്പിൾ. എന്നോട് ചാക്കോച്ചൻ്റെ ഒരു സുഹൃത്ത്, എന്നാലും അവന് ഒന്ന് ചുറ്റിക്കളിക്കാനുള്ളൊരു സമയം കൊടുത്തില്ലല്ലോ ആ സിനിമയിൽ.
ഞാൻ എത്ര അവസരം തന്നതാണ് ചാക്കോച്ച. ഇത്ര ടൈറ്റ് ആക്കിയിട്ട് സിനിമ പോകാൻ പാടില്ലായിരുന്നു. ഒരു 5-10 മിനിറ്റ് ചാക്കോച്ചൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ചാക്കോച്ച ശരിയല്ലേ ചാക്കോച്ച? നോ കമന്റ്സ്. അവിടെ എത്തിച്ചോ? ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ചാക്കോച്ചൻ. എന്നിട്ട് ഇല്ല, ചെറിയ ഫിലിം എന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചനെ ഭീകരമായ സംഭവം. ഒരു വിദ്വാൻ നമ്മുടെ കൂടെ ചേരണമെന്ന് പറഞ്ഞു വാശി പിടിക്കുന്നു. ഹായ് പാർവതി. ബാംഗ്ലൂർ ഡേയ്സിലെ സാറ, ചാർലിയിലെ ടെസ, മൊയ്തീനിലെ കാഞ്ചനമാല, ഇപ്പം ഇതിൽ സമീറ. എവ്രി ക്യാരക്ടർ ഹാസ് എൻ ഐഡൻറ്റിറ്റി. വളരെ റെയറാണ് മലയാളത്തിൽ നമുക്കിങ്ങനെ നടിമാർ വളരെ ചൂസി ആയിട്ട് താരങ്ങളല്ലാതെ സിനിമയിൽ കാണാൻ പറ്റുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പാർവതിയെ അങ്ങനെ സ്ക്രീനിൽ കാണാൻ കഴിയുമ്പോൾ. ബിക്കോസ് നേരിട്ട് കാണുന്ന പാർവതിയും സ്ക്രീനിൽ കാണുന്ന പലപ്പോഴും കാണാൻ പറ്റിയിട്ടുള്ള പാർവതിയും രണ്ടാണ്. ഒരുപാട് നമുക്കറിയാം പാർവതി എടുക്കുന്ന പ്രിപ്പറേഷൻസൊക്കെ പ്രേക്ഷകർക്കും ഇപ്പം പലരും പറഞ്ഞറിയാം. എന്നാലും ഈ അറബി എങ്ങനെ ഇത്ര നന്നായി പഠിച്ചു? ആരായിരുന്നു എൻ്റെ ടീച്ചർ? എളുപ്പമായിരുന്നോ? പിന്നെ വേറെന്തൊക്കെ പഠിച്ചു? ഞാൻ ആ സോങ്ങിലൊക്കെ സിനിമയിലെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പം നിങ്ങൾ സംസാരിച്ചു. പക്ഷേ ഈ തയ്ക്കുന്ന സമയത്തൊക്കെ ഒരു വീട്ടമ്മ തയ്ക്കുന്നതിൻ്റെ ഒരു ഈസിനെസ്സിൽ ലാൽ സാറ് ചില സീക്വൻസുകൾ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ, അതേപോലെ അത്ര ഈസി ആയിട്ട് അത് പെർഫോം ചെയ്ത് കാണുമ്പം തീർച്ചയായിട്ടും ഒരു കൂടെ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇതേ ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയ ആക്ടറിൻ്റെ അവകാശം എത്തുന്ന ഒരാളായതുകൊണ്ടും ഒരുപാട് സന്തോഷവും അഭിമാനം തോന്നുന്നു പാർവതി. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ആ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരണം. പാർവതി പണ്ട് തയ്യൽക്കാരി ആയിരുന്നു, അതാണ് ചോദിച്ച ചോദ്യം. അങ്ങനത്തെ ഒരു ടാലന്റും എനിക്കില്ലെന്നുള്ളത്. അജു ചോദിച്ച അറബിയുടെ കാര്യത്തില് അറബി ഇല്ല, അറബി പഠിച്ചിട്ടില്ല. പക്ഷെ അറബി ഡയലോഗ്സ് എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വി ഹാഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ജോ വളർന്നതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലായതുകൊണ്ട് നല്ല രീതിയിൽ നല്ല സ്പഷ്ടതയോടെ അറബി അറിയുന്ന ആളാണ്. ആൻഡ് ഓൾസോ ഒരു മലയാളം സ്ലാങ്ങിലുള്ള അറബിയാണ് നമുക്ക് വേണ്ടത്. വി കാനോട്ട് സ്പീക്ക് ലൈക്ക് അറബിക് പീപ്പിൾ. അവിടെ ജീവിച്ചിട്ടുള്ള സ്ത്രീ ആണെങ്കിലും ഒന്ന് നമ്മൾ കഴിഞ്ഞു പോകാൻ വേണ്ടി പഠിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ വി മെയ്ഡ് ഷുവർ ദാറ്റ് ഡ്യൂറിങ് ഡബിങ് ഓൾസോ ജോ ഹെൽപ്ഡ് അസ്. അതായത് ജോ ഉണ്ടായിരുന്നില്ല, പക്ഷേ വോയിസ് നോട്ട്സിലൂടെയും കറക്റ്റ് ഡിക്ഷൻ കറക്റ്റ് ആണോ, എന്തെങ്കിലും തെറ്റിപ്പോവുക നമുക്കറിയില്ലല്ലോ. ഒരു സിലബിൾ തെറ്റിപ്പോയാൽ അർത്ഥം അറിയാൻ പ്രശ്നമാവും. സോ മഹേഷ് ആൻഡ് ജോ വർ ദ വൺസ് ഹു ഗേവ് മീ ദ ഡയലോഗ്സ് റിയലി വെൽ. അങ്ങനെയാണ് അറബി. അപ്പൊ എനിക്ക് ഫുള്ളായിട്ട് പോയി പഠിക്കേണ്ട ഒരു പാർവതി ഒരു നടി എന്ന നിലയിൽ ഒരു പക്ഷെ നമ്മൾ ചെറിയൊരു കാര്യം പോലും ഇപ്പം ചാക്കോച്ചൻ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്നൊരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ആ ചെറിയൊരു കാര്യത്തിൽ ഒരു മിതത്വം, തന്മയത്വം, അതിൻ്റെ നൈസർഗികത, സ്വാഭാവികത എന്നൊക്കെ പറഞ്ഞ സാധനം അങ്ങനെയൊക്കെ ചില വാക്കുകളുണ്ടല്ലോ, അതുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? പക്ഷേ അതല്ല അതിനകത്തെ ഫോക്കൽ പോയിന്റ് നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ പാർവതി തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തയ്പ്പിൻ്റെ കൈയുടെ എടുക്കലൊന്നും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരണമെന്നില്ല. പക്ഷേ നല്ലൊരു പ്രേക്ഷകൻ മുഖഭാവം മാത്രമല്ല, ആ കൈ വെക്കുന്ന രീതിയും വേണം ശ്രദ്ധിച്ചേക്കും. സമീറ എന്നെ സംബന്ധിച്ചിടത്തോളം തയ്ക്കുന്ന അത് 2-3 നമുക്ക് സോങ് കട്ട്സിലുള്ള ഷോർട്സ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സമീർ അവിടെ തയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഷീ ഈസ് ഓൾവേസ് പ്ലാനിങ്. മഹേഷ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സമീറയ്ക്ക് ഒരു സ്പീഡുണ്ട്. സമീറ സംസാരിക്കുന്നതിൻ്റെയും ഓടുന്നതിൻ്റെയും നടക്കുന്നതിൻ്റെയും അത് ചിന്തകളുടെ സ്പീഡാണ് സമീറയുടെ ദേഹത്തുള്ളത്. സോ വെൻ എ പേഴ്സൺ ഈസ് ഡൂയിങ് സംതിങ് ദേ ആർ ഓൾസോ തിങ്കിങ് ആൻഡ് ലിവിങ്. ഇല്ല, അങ്ങനത്തെ സാമ്യമൊന്നുമില്ല. സ്പീഡ് എനിക്ക് എന്റെ സംസാരങ്ങളിൽ വരാറുണ്ട്. പക്ഷെ ഞാൻ ആ മൾട്ടി ടാസ്കിങ് എബിലിറ്റി സമീറയ്ക്കുള്ളതൊന്നും എനിക്ക് എന്തായാലും ഇല്ല. പക്ഷെ ഞാൻ അപ്പം ആ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല തയ്ക്കാൻ. സോ ഐ എം നോട്ട് റിയലി ഡൂയിങ് ഇറ്റ്. ഞാൻ അമർത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നുമില്ല. ഞാനത് തയ്ച്ചോണ്ടിരിക്കുന്ന നൈറ്റിയിൽ ക്രിസ് ക്രോസ് ആണ് സാധനം വന്നോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഞാനതില് ആക്ടിങ് ഈസ് ടെല്ലിങ് എ വെരി ഗുഡ് ലൈ എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും നല്ല വിശ്വസിച്ചുകൊണ്ട് കള്ളത്തരം പറയാം. എങ്ങനെ ആൾക്കാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് കള്ളം പറയാൻ പറ്റും, അത്രേ ഉള്ളൂ. അതാണ് ദാറ്റ് ഈസ് ആക്ടിങ്. മാത്രമല്ല പാർവതി എവിടെയോ പറഞ്ഞായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ആൾക്കാരോടൊക്കെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഒരു മടിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അതെ, ഈ പടച്ചോനി ഇതൊക്കെ കള്ളമാണോന്നല്ലോ എനിക്ക് സംശയമാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം 2ാമത്തെ ഡയലോഗ് എനിക്കത് ഒട്ടും പിടിയിട്ടില്ല ചാക്കോച്ച. പക്ഷെ ക്യാമറ നോക്കി കഴിഞ്ഞാൽ ഞാൻ സത്യമാണെന്ന് പറയുന്ന പോലെ കള്ളം പറയുന്നു.
അപ്പൊ അങ്ങനെ അർത്ഥം ഞാൻ അങ്ങനെയൊന്നും അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ ആലോചിച്ചപ്പോ ഈ കുട്ടിക്ക് സത്യം പറയാൻ ഒരു സമയം കിട്ടുന്നില്ലേ? അതല്ല, ഇത് ചാക്കോച്ച സ്വാഭാവികമായിട്ട് ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം എന്നെ കൊണ്ടുകൂടി ഒരു സെക്കൻഡ് ഇതൊക്കെ എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ മാറി നിൽക്കാം. പക്ഷേ ചാക്കോച്ച, you have to support me. പ്ലീസ് എല്ലാവരും ബ്രിട്ടാസിന്റെ സപ്പോർട്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. യു ആർ ഹിയർ ഫോർ യു. സോ ദി തിങ് ഈസ് ആക്ടിങ് ഈസ് ടെല്ലിംഗ് എ ഗുഡ് ലൈ എന്നുള്ളതാണ്. ഇപ്പം മറ്റേ നമ്മുടെ ഒക്കെ പറഞ്ഞില്ല, ആക്ടിങ് ഈസ് റിയാക്ടിംഗ് എന്നാണല്ലോ സ്റ്റാൻസ്ലവസ്കി പറഞ്ഞതെന്നൊക്കെ പറയുന്ന പോലെ ക്യാമറയോട് കള്ളം പറയാൻ പറ്റില്ല. യു ക്യാൻ നോട്ട് ഫേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി. സി ഓഫ് കോഴ്സ് ഫേക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ക്യാമറ പൊസിഷനിൽ വന്ന് നിൽക്കണം, അത് ആ സമയത്ത് തന്നെ ലുക്ക്. ചിലപ്പോൾ ആക്ടർ ഉണ്ടാവില്ല, നമ്മളൊരു കാർഡ് ബോർഡിനോട് നോക്കിയിട്ടായിരിക്കും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ല, അപ്പം എന്താന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ ഇമോട്ട് ചെയ്യുന്ന ഫീലിംഗ് കറക്റ്റ് ആയിരിക്കണം, റിയൽ ആയിരിക്കണം. ഇപ്പൊ എനിക്ക് പാർവതി എന്ന നിലയിൽ ഞാൻ പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം സമീറായിട്ട് പലതും പറയേണ്ടി വരുന്നത് ഓൺ ലൊക്കേഷൻ. അപ്പം എന്റെ ഐ കനോട്ട് ലൈ ലൈക്ക് ചാക്കോച്ചൻ. എനിക്ക് തോന്നുന്നു ഒരു ആ സിനിമയുടെ ചാക്കോച്ചന്റെ റോളില് ഒരു നല്ലൊരു പങ്കും ഒരേ പേസിലാണ് പോകുന്നത് അല്ലേ? അവസാനം മാത്രമാണ് ഒരു പക്ഷെ ISNലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ ഒരു പേസിൽ ഒരു മാറ്റം വരുത്തുന്നത്. അപ്പൊ വേറെ ഒരു ഗിയറിലേക്കൊന്നും പോകേണ്ട വരുന്നില്ല അല്ലേ? എനിക്ക് ചാക്കോച്ചനോട് ചോദിക്കാനുണ്ട്. Can I ask him a question? Please. Thank you. അല്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇല്ല, സമീറയോടുള്ള ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഷൂട്ടിന്റെ സെറ്റിൽ ഇവിടെ ചോദിക്കട്ടെ, എല്ലാ ചോദ്യങ്ങളും ഇവിടെ ചോദിക്കാം, എപ്പോൾ എല്ലാം ചോദിക്കാം. സമീറയോടുള്ള വൈ ഡിഡ് യുവർ ക്യാരക്ടർ ലൈക്ക് സമീറ? ഒന്നും കൂടെ പറഞ്ഞേ. സമീറയോട് എന്തുകൊണ്ടാണ് ഷഹീദിന് പ്രണയം തോന്നിയത്? അത് ഗംഭീര ചോദ്യമാട്ടോ. ഇപ്പൊ ചാക്കോച്ചന്റെ മനസ്സിലേക്ക് പ്രിയ വന്നു, കളറ വന്നു. ഒരു വൻ ചോദ്യമാണ്. മഹേഷ്, നിങ്ങളാണ് ഉത്തരം പറയുന്നത്. നിങ്ങൾ പറയുന്നത് അതേപോലെ അല്ലല്ല, അല്ല ചാക്കോച്ച, ഏത് ഭാവങ്ങളാണ് ഒരു പക്ഷേ അത് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. സി ഇതില് എനിക്കറിയാം ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ഇപ്പം ഞാൻ എൻ്റെ നായികമാരെ സ്നേഹിക്കാറുണ്ട്, പ്രണയിക്കാറുണ്ട്. ആൻഡ് ഐ ഓൾവേസ് ലുക്ക് അറ്റ് ദം ആസ്. ഒന്നും കൂടെ പറഞ്ഞ എനിക്കൊന്നും കിട്ടിയില്ല. അതെ, ഐ ഓൾവേസ് ലുക്ക് ദം ആസ് പ്രിയ. ഓൾവേസ്. ഞാനിപ്പം സമീറയെ പ്രേമിക്കുകയാണെങ്കിൽ, പ്രണയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ മുഖമാണ് അവിടെ പ്ലേസ് ചെയ്യുക. നമിച്ചു ഭഗവാൻ. ഇവൻ പഠിച്ച പണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞെന്നറിയ? ആദ്യം പ്രിയ. I cannot. He wins. He won. ഇല്ല, പക്ഷെ ഈ കഥാപാത്രത്തിന്റെ ഗ്രാഫ് ചോദിച്ചതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ബിക്കോസ് നമ്മൾ സമീറനെ ആദ്യം മുതൽ ഏകദേശം കാണുന്നുണ്ട്. സമീറയുടെ തുടക്കത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ബിക്കോസ് ഷീ ഈസ് സോർട്ട് ഓഫ് ദ പ്രൊട്ടാഗണിസ്റ്റ്. പക്ഷേ ഷഹീദിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വളരെ കുറച്ച് പറയേണ്ട രീതിയിൽ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഷഹീദിന്റെ ഒരു ഡയലോഗിലാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്, ദാറ്റ് ഹി ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്, അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അതിന് എക്സ്പ്ലനേഷൻസോ ലോജിക്കൽ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവില്ല. സമീറയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഒരു പുരുഷൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും സമീറ കല്യാണം കഴിക്കാൻ ഷഹീദിനോട് പോയി ചോദിക്കുന്നതിൽ പോലും സമീറയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. She falls in love with him after. അതെ, മാരേജ് അല്ല ഉദ്ദേശം. മാരേജ് അല്ല ഉദ്ദേശം. She needs to survive. Marriage of convenience. അപ്പം അതെന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അവള് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും പോയേ പറ്റൂ, അത് എന്ത് ചെയ്തിട്ടായാലും എന്ന് പറയുന്നത്. പക്ഷെ അവിടെ അവള് തുടങ്ങുന്ന ഒരു മാരേജ് ഓഫ് കൺവീനിയൻസ് ആണെങ്കിലും ഫോർ ഹെർ ഇറ്റ്സ് ദ ബിഗസ്റ്റ് ബ്ലെസ്സിങ് ദാറ്റ് ഷീ കുഡ് ഹാവ് ഹാഡ് ടു ഹാവ് വൺ പേഴ്സൺ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു താങ്ങ്, ഒന്ന് ബ്രീത് ചെയ്യാൻ പറ്റുക, ഒരിക്കലും പേടിക്കേണ്ടാത്ത ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. സോ ഷഹീദിന് അങ്ങനെ നിൽക്കാൻ പറ്റുക, അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് സ്വന്തം കുട്ടി ഉണ്ട്, ഭാര്യയുടെ വയറ്റിൽ സ്വന്തം കുട്ടി വളരെയാണ്. ഭാര്യ അത് എത്രത്തോളം അതിനെ മുമ്പത്തെ മാരേജിലുള്ള മോനുമായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ആളുടെ മനസ്സിൽ എന്തൊക്കെയായി നടക്കുക എന്നുള്ളത് ഐ കനോട്ട് ഇമാജിൻ. നമ്മളെപ്പോഴും സമീറയുടെ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ദി ഇഷ്യൂസ് ദാറ്റ് ഷഹീദ് ഗോസ് ത്രൂ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ആ സാക്രിഫൈസ് എന്താണെന്നുള്ളത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ അത്
പ്രകടമായിട്ട് കാണില്ല ബ്രിട്ട സർ ആ സിനിമയിൽ. ഇറ്റ് സ്റ്റിൽ അത് വലിയൊരു ആർക്കും ആര് വന്നാലും ജാഗോചരൻ നമുക്ക് ബോധോദയം ഉണ്ടാകുന്ന സംഭവം ഇപ്പോഴാണ് എനിക്ക് ബുദ്ധൻ പറയൂ. അതായത് ഇപ്പം ഷഹീദിന്റെ ക്യാരക്ടറൈസേഷൻസിൽ കുറേയൊക്കെ എൻ്റെ പേഴ്സണൽ ക്യാരക്ടർ കിടപ്പുണ്ട്. ശരിക്കും ഇപ്പോഴാണ് എനിക്കത് തോന്നിയത്. പറയൂ. ടു ബി ഫ്രാങ്ക്, ഇപ്പം ഒരാളെയും ദ്രോഹിക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം ആഗ്രഹിക്കാറില്ല. മാക്സിമം നമ്മൾ ഇത് പറയാൻ വേണ്ടിയായിരുന്നു. പറയട്ടെ, മാക്സിമം അവർക്ക് നല്ലത് ചെയ്യുക, അവരെ സൂതം ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ അൾട്ടിമേറ്റ്ലി ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. ഷഹീദിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത്രയും നാൾ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി ഹി വോണ്ട്സ് ടു ലിവ് എ ലൈഫ് ഓഫ് ഹിസ് ഓൺ. ദാറ്റ് ഈസ് ഹാപ്പനിങ്. എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ പറയുന്ന പോലെ പലർക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി ഐ ആം ലിവിങ് മൈ ലൈഫ് നൗ. എനിക്ക് തോന്നിയൊരു കാര്യം പാർവതി, ഇതിനകത്ത് ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ടാണ്, നമ്മുടെ അമ്മയോടുള്ള ആ സംസാരത്തിൽ തന്നെ ഇനി ഞാൻ കുറച്ചു കാലം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ എന്ന് പറയുന്നതിൽ തന്നെ ഒരു പുകയും ഇടിവെട്ടൊന്നും ഇല്ല. യു ആർ ലൈക്ക് ദാറ്റ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഉപരി എന്നെ നിത്യജീവിതത്തിൽ അങ്ങനെ ഞാൻ ചോദ്യത്തിലേക്ക് വന്നില്ല. എന്റെ ചോദ്യം വരുന്നേ ഉള്ളൂ. ഞാനതിന്റെ പശ്ചാത്തലം ഒരുക്കി നിത്യജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? കുറെയൊക്കെ അങ്ങനെ ഓഫ് കോഴ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. എൻ്റെ അപ്പനോട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ്റെ അപ്പനായിരുന്നു. ഞാൻ ഭാര്യയോട് ദേഷ്യപ്പെടാറുണ്ട്. ഐ ലവ് ഹർ മോർ ദാൻ മൈസെൽഫ്. അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞാനങ്ങനെ ചെയ്യുന്നത്. കാരണം ഷീ ടേക്സ് അൺനെസസറി ടെൻഷൻസ്. നമ്മൾ എന്തിനാണ് ഇതിന് ടെൻഷൻ എടുക്കുന്നത്, അതിൻ്റെ ഒരാവശ്യമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അത് അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. എൻ്റെ അപ്പൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലേക്ക് വന്ന ടിനി ടോം പറഞ്ഞ ഡയലോഗാണ്. അതായത് ഈ ഉണ്ണീശോയുടെ മുഖം വെച്ചിട്ട് എങ്ങനെ ഇയാൾ ചൂടാവും. അപ്പോൾ അതൊക്കെ വിടാം. പക്ഷേ എനിക്ക് ആ സിനിമയിൽ ഷഹീദ് പറഞ്ഞ വേറൊരു ഡയലോഗിൽ ആൾക്കാർ റിയാക്ട് ചെയ്ത് തന്നെ വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഓഫ് പ്രൈഡ് തന്നൊരു സംഭവമാണ്. അല്ല, സെക്കൻഡ് ഹാഫിൽ IS-ന്റെ ഒരു പയ്യനായിട്ട് നമ്മുടെ സിദ്ദിഖയുടെ മകൻ അഭിനയിക്കുന്നുണ്ട്. ഒന്ന് പേടിച്ചു. അപ്പോൾ അത് പുള്ളിയെ ഞാൻ കെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നു, ഉമ്മ എന്ന് പുള്ളി കരയുന്നുണ്ട്. അപ്പം മരണമെടുക്കുന്ന സമയത്ത് മാത്രം വിളിക്കേണ്ട പേരാണോ ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ തിയേറ്ററിൽ ക്ലാപ്സ് ആയിരുന്നു.